வண்டி பார்த்து போனேன். இந்த வண்டி பின்னாடி போங்க, வீல் பேஸில் அவன் எப்படி போகிறான். ஐயோ அங்கே பாருங்க, அங்கெல்லாம் தள்ளி போங்க. நல்லா குளி, இன்னும் ரைட்டே இருக்கும். ஆமாம், ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ അങ്ങേ ഭാഗത്തു കൂടെയാണ് പുഴ പോകുന്നത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. അത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട്. അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ വീടിൻ്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തല കുത്തനെ നിൽക്കുന്നത്, കാറ്. എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ, എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട്. ഇവിടെ 2015 നടന്ന പുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരത. അപ്പോൾ വല്ലാത്ത അവസ്ഥ. പഠിത്തം കാട്ടില്ല. ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിൻ്റെ സൈഡിലുള്ള റോഡാണ്. ആ റോഡിലൂടെയാണ് ആ വെള്ളം ഒഴുകുന്നത് കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് റെസ്ക്യൂ എത്തി എവിടെ വരെ എത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. ഈ കാണുന്ന നമ്മൾ മനോക്കാൻ്റെ വീട്. ആ കാണുന്ന നമ്മൾ മുണ്ടക്കായ് സ്കൂളാണ് കേട്ടോ. നമ്മളെ ചൂരൽമലനി മുണ്ടക്കായിന് വന്നിട്ടിരുന്ന പാലാണ്. പാലത്തിൻ്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോ എന്നറിയില്ല. ആ ലെവലിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്.